വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തോടുള്ള അവഗണനകളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന റിലേ ഉപവാസ സമരം ജനകീയമാവുന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന. വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരുടെ സേവനങ്ങൾ കാര്യക്ഷമമാക്കുക, ആശുപത്രിയിലെ കിടത്തി ചികിത്സ പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CHSയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസിലെ വിവിധ സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആരംഭിച്ച റിലേ ഉപവാസ സമരം 8ാം ദിനം കടക്കുമ്പോൾ ജനകീയമാവുകയാണ്. INTUC പീരുമേട് റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 8ാം ദിനം നടന്ന റിലേ ഉപവാസ സമരത്തിന് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നിന്നുമുള്ള പ്രകടനത്തോടെയാണ് തുടക്കമായത്. പ്രകടനം വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് മുൻപിലെ സമരപ്പന്തലിൽ എത്തിച്ചേർന്നതോടെ റിലേ ഉപവാസ സമരം ആരംഭിച്ചു. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC വർക്കിംഗ് പ്രസിഡന്റ് M. ഉദയസൂര്യൻ അധ്യക്ഷനായിരുന്ന ഉപവാസ സമരത്തിന് DCC ജനറൽ സെക്രട്ടറി R. ഗണേശൻ സ്വാഗതം ആശംസിച്ചു. INTUC സംസ്ഥാന സെക്രട്ടറി PR അയ്യപ്പൻ INTUC പീരുമേട് റീജിയണൽ കമ്മിറ്റിയുടെ റിലേ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. സഹകരണ ആശുപത്രിയെ വളർത്തിക്കൊണ്ടുവരുന്നത് ഈ ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരെയും ആവശ്യത്തിന് ജീവനക്കാരെയും നിയമിക്കാതെ ഈ ഗവൺമെന്റ് ആശുപത്രികളെ തകർക്കുന്ന സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് CV വർഗീസാണ്. അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ്. അങ്ങനെ വണ്ടിപ്പെരിയാറ്റിൽ സഹകരണ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചു. വണ്ടിപ്പെരിയാറ്റിൽ സഹകരണ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചു. വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് പാപ്പച്ചി വെട്ടിക്കാട്ട്, INTUC ജില്ലാ സെക്രട്ടറി ജോൺ P. തോമസ്, DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനടത്ത്, നേതാക്കളായ രാജൻ കുഴവമാക്കൽ, TM ഉമ്മർ, ഗീതാ നേശയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വൈകുന്നേരം നടന്ന റിലേ ഉപവാസ സമരത്തിന്റെ സമാപന യോഗത്തിൽ M. ഉദയസൂര്യൻ അധ്യക്ഷനായിരുന്നു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി XMLA ഉപവാസ സമര സമാപനം ഉദ്ഘാടനം ചെയ്തു. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാത്ത വീണ ജോർജിനെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയായി നിയമിച്ചതിൽ ആരോഗ്യരംഗത്തെ കച്ചവടമാണ് CPIM ലക്ഷ്യമിടുന്നതെന്നും ജില്ലയിലെ 11 ആശുപത്രികൾ അപ്ഗ്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞ CPIM ജില്ലാ സെക്രട്ടറി CB വർഗീസ് നുണപ്രചാരണമാണ് നടത്തുന്നതെന്നും അഡ്വക്കേറ്റ് EM അഗസ്തി പറഞ്ഞു. ആദ്യമായി നിയമസഭയിലേക്ക് വന്ന യാതൊരു പരിചയമില്ലാത്ത, ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങൾ വഹിച്ചിട്ടില്ലാത്തൊരു പഞ്ചായത്ത് പോലുമായിട്ടില്ലാത്ത ഒരാളിനെ വകുപ്പിന്റെ ചുമതലയേൽപ്പിച്ചു. ആരോഗ്യ വകുപ്പിന്റെ സെൻസേഷനായ ഒരു വകുപ്പിന്റെ ചുമതലയേൽപ്പിച്ചു. അതെന്തിനേൽപ്പിച്ചു? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കത്തിൽ ദുർത്തലാക്കേണ്ട പർച്ചേസിൽ ഇടപെടാൻ പറ്റും. പർച്ചേസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മരുന്നുവാണെങ്കിലും മരുന്ന് വിതരണവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഈ രാജ്യത്തെ ഏറ്റവും വലിയ അടിമ നടത്തുന്ന സ്ഥാപനങ്ങളാണ്. ഏറ്റവും അടിമ നടത്തുന്ന സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങളിലെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ്, കച്ചവടം നടത്താൻ വേണ്ടിയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി യാതൊരു ബന്ധമില്ലാത്ത വീണ ജോർജിനെപ്പോലുള്ള ഒരാളിനെ മന്ത്രിയാക്കി ഈ സ്ഥാനത്ത് അവരോധിച്ചത്. അവരിങ്ങനെ പ്രസ്താവനയൊക്കെ നടത്തിപ്പോകും. അല്ലാതെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ശേഷി അവർക്ക് വളരെ കുറവാണ്. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇവിടെ ഞാൻ നോക്കിയ നമ്മുടെ നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ കൊണ്ടിട്ട് കൈരളി ചാനലിൽ ഒരു ചർച്ച നടത്തി. ഞാനും അതിൽ പങ്കെടുത്തതാണ്. CPM വേണ്ടി CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ തീരുമാനത്തിൽ 11 ആശുപത്രികൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കാന്നാ പറഞ്ഞത്. അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ ഇപ്പൊ ഇവിടെ വന്ന് മറുപടി പറയണം. ഏത് ഹോസ്പിറ്റലാണ് അപ്ഗ്രേഡ് ചെയ്തത്? ഞാൻ പറഞ്ഞു, ഞങ്ങളാരും ഇതുവരെ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഞങ്ങളാരും കേട്ടിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല. ഉത്തരവാദിത്തമുള്ളവരാരും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹമല്ലാതെ ആരും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം പറയുന്നത് വളരെ കള്ളമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ കുറെ ആളുകളൊന്ന് കൂക്കി വിളിച്ചു. അല്ലേ, കൂക്കി വിളിച്ചുകൊണ്ട് പരിഹരിക്കാവുന്ന വല്ല കാര്യം. ഞാൻ TV വർഗീസിനെ വെല്ലുവിളിക്കുകയാണ്. അപ്ഗ്രേഡ് ചെയ്ത 11 ആശുപത്രികളുടെ ലിസ്റ്റാണ് തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിൽ.
അപ്ഗ്രേഡ് ഒന്നും ചെയ്യേണ്ട, ഉള്ളതൊന്നും നടത്തിക്കൊണ്ട് പോയാൽ മതി. വണ്ടിപ്പെരിയാർ ക്രിയേറ്റീവ് സ്വയം സഹായ സംഘം ഭാരവാഹികളായ പ്രസിഡന്റ് കുമാർ, സെക്രട്ടറി വില്യംസ്, കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട്, നേതാക്കളായ ബിജു ദാനിയേൽ, വക്കച്ചൻ തുരുത്തിയിൽ, TC ബിജു, ബാബു അത്തിമുട്ടിൽ, ശൈലജ ഹൈദ്രോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് INTUC പീരുമേട് റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് KA സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരം അനുഷ്ഠിച്ച മുഴുവൻ ഭാരവാഹികൾക്കും നാരങ്ങാനീർ നൽകി ഉപവാസ സമരം അവസാനിപ്പിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല. എല്ലാ മരുന്നുകൾക്കും 10 മുതൽ 60% വരെ വിലക്കുറവ്. ബേബി കെയർ, പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം. കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം. ഹോം ഡെലിവറി സൗകര്യം. വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ. ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല, കട്ടപ്പന.